9 ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1/3 ഇപ്പോഴും ചെലവഴിക്കാതെ ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വരുന്നത് വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നണ്ടേ? നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിലാണെങ്കിൽ 4ാം ക്ലാസ് വരെ ഒറ്റ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമുക്കത് മതിയാവുമോ? നമ്മൾ കുട്ടിയെടുത്ത് വേറെ സ്കൂളിൽ കൊണ്ട് ചേർക്കൂലേ? അവർക്കതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ അവർക്കിത് മതിയെന്ന് തോന്നുന്നത്. അധ്യാപകർ അവിടെ വരാൻ വിസമ്മതിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അറിയാൻ. പക്ഷേ ഈ പരീക്ഷ പാസ്സായ ആദിവാസി കുട്ടികളെ തന്നെ അതിന് നിയോഗിച്ചൂടെ? കുറച്ച് ചെറുപ്പക്കാർ കാണുമല്ലോ, അവരെ പറഞ്ഞ ലോറി പോകുന്നെന്നും കെട്ടിട നിർമ്മാണത്തിന് വന്ന് അവരെ അവിടെ അധ്യാപകരാക്കി എടുക്കുകയാണെങ്കിൽ അവർക്കൊരു അഭിമാനമാവില്ലേ? സാറേ, അത്രത്തോളം ആയിട്ടില്ല ആ കോളനിയിലുള്ള ആൾക്കാർ. ഇല്ല, കുറച്ച് 10 വരെ പാസ്സായ കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെ ഈ അധ്യാപകരായിട്ട് നിയമിച്ചൂടെ എന്നാണ് ചോദിച്ചത്. അത്തരൊരു സാഹചര്യം നമുക്ക് അനുവദനീയമാണെങ്കിൽ അത് ആലോചിക്കാവുന്നുള്ളൂ, അങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സപ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ചെലവഴിക്കാൻ അധികാരമുള്ള TSP ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് 2ൽ 3ൽ 2 ഭാഗമേ ചെലവഴിച്ചിട്ടുള്ളൂ. പല പഞ്ചായത്തിലും അങ്ങനെയാണ്. നിങ്ങളെ മാത്രം കുറ്റം പറയാൻ. ടീച്ചർ ചോദിച്ചതിന് വേണമെങ്കിൽ ഈ സബ്പ്ലാനിൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു സപ്ലിമെന്ററി ടീച്ചറെ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും. പക്ഷെ അത് ഇതിന്റെ സോഷ്യോളജിയാണ് ഏറ്റവും ഇത്. കാരണം അവരുടെ ഇടയിൽ തന്നെ വരുന്ന ആളാണെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിലും അവർക്ക് ആ വിശ്വാസത കൂടും. അവിടെ ചില വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ കണ്ടു. അത് എത്ര എണ്ണം ആണ് സ്ഥാപിച്ചിട്ടുള്ളത്? ആരാണ് സ്ഥാപിച്ചത്? അത് എത്ര എണ്ണം അതിൽ കത്തുന്നുണ്ട്? സ്ഥാപിച്ചത് ITDP. അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന് ബാറ്ററിയൊക്കെ വേണമല്ലോ. ആ ബാറ്ററി വെള്ളം ഒഴിക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് ഒരെണ്ണം കത്തുന്നില്ലെങ്കിൽ പ്രൊമോട്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പറും വളരെ അവർ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം എന്നും ആ കോളനിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിലമ്പൂര് തേക്കിനും സ്വർണത്തിനും പ്രസിദ്ധി പെറ്റ സ്ഥലമാണ്. അതുപോലെ തന്നെ വളരെ കോഴിക്കോട് ചന്തയിലേക്ക് ഏറ്റവും കൂടുതൽ കാർഷിക വിഭവങ്ങൾ കയറ്റി അയക്കുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂർ. പക്ഷെ ഇപ്പം നിലമ്പൂരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിളവ് ഏതാണ്? സത്യം പറയണം, റബ്ബറിലേക്കാണ് വരുന്നത്. ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ള വിളവ് റബ്ബറാണ്. അപ്പോൾ ഞാൻ റബ്ബറിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ റബ്ബറിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റബ്ബർ കറയ്ക്കാണ് താല്പര്യമുണ്ട് ചെലുത്തുന്നെങ്കിലും വളരെയേറെ റബ്ബർ തോട്ടങ്ങളുള്ള സ്ഥലത്തു നിന്നെല്ലാം തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വൻപിച്ച പരിപാടികൾ നടക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പരിപാടി പഞ്ചായത്ത് നടത്തുന്നുണ്ടോ? ഈ 154 കുടുംബശ്രീ യൂണിറ്റുകളോടും ഞങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യാൻ താല്പര്യം എന്ന് ഏത് സംരംഭം തുടങ്ങാനാണ് താല്പര്യം ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യം പശു വളർത്തലും ആട് വളർത്തലും പറയുന്നത്. അതിനപ്പുറത്തോട്ടുള്ളൊരു പച്ചക്കറി കൃഷിക്കും വളരെ താല്പര്യമാണ്. നിലമ്പൂരിനടുത്ത് തന്നെ മറ്റേ എല്ലാ പഞ്ചായത്തുകളിൽ ഇത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് എന്തുകൊണ്ട് അതുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ ഈ പരിശീലനത്തിന് വേണ്ടി കുടുംബശ്രീക്കാരോട് കൂൺ വളർത്തല്, തേൻ വളർത്തല്, മത്സ്യം വളർത്തൽ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് വേണ്ടി പറഞ്ഞു. പക്ഷെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അവിടെ വന്ന് തമിഴന്മാര് മറ്റ് മേഖലയിലുള്ളവരാണ് തേനെടുത്ത് കൊണ്ടുപോകുന്നത്. വളരെ സത്യമാണ്, വളരെ സാധ്യതകളാണ്. ഈ ആദിവാസികളെ വികസിപ്പിക്കുന്നതിനെ പറ്റി ഒരുപാട് തവണ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. അവരെ പഠിപ്പിക്കുന്നതും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. എല്ലാവരും എന്നോട് യോജിക്കുമെന്നറിയില്ല. അവരെ പഠിപ്പിക്കുക, പക്ഷേ അവരുടെ ഭാഷ അവർ മറക്കരുത്, അവരുടെ സംസ്കാരം അവർ മറക്കരുത്, ആദിവാസി എന്നുള്ള അഭിമാനം അവരുടെ കളയരുത്, നമ്മളെപ്പോലെ ആക്കിയെടുക്കുക എന്നുള്ളതാകരുത്. അതാണ് എല്ലാവരും ചെയ്യുന്നത്. കുറച്ചു കാലം നമ്മളോടൊപ്പം നമ്മുടെ സ്കൂളുകളിലും ഒക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ മട്ട് മാറുന്നു. അവർ നമ്മളെപ്പോലെ തന്നെ ആയിത്തീരുന്നു. പക്ഷെ അവരുടേതായ ആ ഗോത്ര സംസ്കാരം നിലനിർത്തത്തക്ക വിധത്തിലും അവരുടെ അഭിമാനം, അതിലുള്ള അഭിമാനം വളർത്താൻ സാധിക്കുന്ന വിധത്തിലും പഞ്ചായത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. ഇല്ലേ കഷ്ടമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അന്യം നിന്ന് പോകും. എങ്ങനെയുണ്ടായിരുന്നു നിലമ്പൂര് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വനം ദൂരദേശം. അവിടുന്ന് നമ്മുടെ ഈ തലസ്ഥാന നഗരിയിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്താൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് പറയാൻ ഒരു അവസരം കിട്ടില്ല. വളരെ സന്തോഷിക്കുന്നു. ഒത്തിരി നന്ദിയുണ്ട്. ആ സന്തോഷം കണ്ണമാഷിന് ഇപ്പം ഭയങ്കര സന്തോഷമായി തോന്നുന്നില്ല? സംശയമില്ല. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നതിലും നമുക്കൊരു സന്തോഷമാണ്. കാരണം അവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ചോദിച്ചില്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിച്ചു വിടാനായിട്ടല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അതെല്ലാം വളരെ പ്രഗത്ഭമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രസിഡന്റിന് സാധിച്ചു. അതുകൊണ്ട് അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. എൻ്റെ മാർക്ക് 15-ൽ 12.5. 15-ൽ 12, 10-ൽ 7.5.
10ൽ 7.5. 10ൽ 7.5. മൂത്തേടം ഗ്രാമപഞ്ചായത്തിന് 60ൽ 47 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ പദ്ധതികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് MTDM സ്പേസ് 10ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. മൂത്തേടത്ത് നിന്നുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര വാത്തിക്കുടിയിലേക്കാണ്. പക്ഷേ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. നമുക്ക് സ്വാഗതം ചെയ്യാം NREGS വിജയഗാഥയുമായി എത്തിയ ഇടുക്കി ജില്ലയിലെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിനെ. വാത്തിക്കുടിയിൽ നിന്നും ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണി കെ തോമസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KC വർഗീസ്, മെമ്പർ ശ്രീമതി ആലിസ് ജോർജ്, മെമ്പർ ശ്രീമതി സലോമി ബേബി, കൂടാതെ CHC ഡോക്ടർ സുരേഷ് വർഗീസ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വാത്തിക്കുടി പഞ്ചായത്തിൽ നിന്നും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. എങ്ങനെ പഞ്ചായത്തിനെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? 1970 രൂപീകൃതമായ ഒരു കുടിയേറ്റ ഗ്രാമപഞ്ചായത്താണ് വാത്തിക്കുടി. ആദിവാസി മൂപ്പൻ്റെ പേരിൽ നിന്നാണ് വാത്തി എന്ന് പറയുന്ന മൂപ്പൻ്റെ കുടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാത്തിക്കുടി എന്നുള്ള പേര് രൂപപ്പെട്ടത്. വാത്തിക്കുടിയെ കുറിച്ച് കൂടുതൽ അറിയാം ഗ്രാമക്കാഴ്ചകളിലേക്ക്. ഇതാണ് ചിന്നാർപുഴ. വാത്തിക്കുടി പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. പടിഞ്ഞാറ് പെരിയാറും തെക്ക് ഉപ്പുതോടുമാണ് ഈ പഞ്ചായത്തിന് അതിരുകളാകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1050 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്ത് കുന്നുകളും മലകളും പാറക്കെട്ടുകളും ഒക്കെ ചേർന്ന മനോഹരമായൊരു പ്രദേശമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെരിയാർ ഒഴുകി വരുന്നതും അവിടെയായിട്ട് അതിന് കുറുകെയുള്ള ഇടുക്കി ഡാമും ഒക്കെ കാണാം. ഇതാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ മുരിക്കാശ്ശേരി. ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും 1950കളിൽ ഇവിടേക്ക് കുടിയേറി പാർത്ത കർഷകരാണ്. ഹോസ്റ്റൻ ഫ്രഷൻ വിഭാഗത്തിൽപ്പെട്ട പശുക്കളാണിവർ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് വാത്തിക്കുടി. 24,000 ലിറ്ററോളം പാലാണ് ഒരു ദിവസം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്നിവിടെ എന്തൊക്കെ സുസ്ഥിര വികസന മാതൃകകളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? വാത്തിക്കുടി പഞ്ചായത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വന്നിട്ടുള്ളത്. സമ്പൂർണ്ണമായിട്ടും കാർഷിക മേഖലയായിട്ടുള്ള പഞ്ചായത്തിൽ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് നീർത്തട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ള കൃഷിക്കാരുടെ പുരയിടങ്ങളിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ വിന്യസിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ഏറ്റെടുത്തത്. വാത്തിക്കുടിയുടെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാം വികസന ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷം വാത്തിക്കുടി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് വെറും 5791 തൊഴിൽ ദിനങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ നീർത്തട വികസന മാസ്റ്റർ പ്ലാൻ തൊഴിലുറപ്പ് പദ്ധതിയുമായി ഏകോപിപ്പിച്ചപ്പോൾ 2,31,000-ലേറെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. ഈ വർധനവ് വാത്തിക്കുടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ കാലഘട്ടത്തിൽ 4,550ഓളം മഴക്കുഴികളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയുണ്ടായി. കൂടാതെ 125ഓളം പടുതാക്കുളങ്ങളും നിർമ്മിച്ചു. കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 5,100ഓളം തെങ്ങുകൾക്ക് തടമെടുത്തു കൊടുക്കാനുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ 3,600 ഏക്കറോളം സ്ഥലത്ത് ഇതുപോലെ ജൈവ പൊതയിടലും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ 5,250ഓളം കൊക്കോ തടങ്ങളും 1,100ഓളം ജാതി തടങ്ങളും കർഷകരുടെ ആവശ്യാർത്ഥം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു. കാർഷിക പുനഃകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നട്ട റബ്ബർ തൈകളാണിവ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ തൈകൾ നടാനായിട്ടുള്ള കുഴി കുത്തിക്കൊടുക്കുകയും മണ്ണൊലിപ്പ് തടയാനായി പ്ലാറ്റ്ഫോം വെട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ തടങ്ങളിൽ പുതയിടുകയും ചെയ്തു. പച്ചക്കറി കൃഷിയിൽ തൊഴിലുറപ്പ് പദ്ധതി ഇടപെട്ടത് അവർക്ക് തടമെടുത്തു കൊടുക്കുന്നതിലൂടെയാണ്. ഈ വർഷം ഏകദേശം 12,500 പച്ചക്കറി തടങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കി കൊടുത്തത്. സ്വാശ്രയ കർഷക വിപണിയാണിത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ശേഖരിക്കുന്ന ഇത്തരം 4 വിപണികൾ ഈ പഞ്ചായത്തിലുണ്ട്. ഈ രാജമുടി മാർക്കറ്റിൽ മാത്രം കഴിഞ്ഞ വർഷം ശരാശരി 8 ടണ്ണായിരുന്നു ഒരു ദിവസത്തെ പച്ചക്കറി കച്ചവടം. ഈ വർഷം അത് 14 ടൺ വരെയായി വർദ്ധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ കാർഷിക വിളകളുടെ ഒരു നഴ്സറിയും പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി തീറ്റ പുൽകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ 1,110 കിലോമീറ്റർ റോഡ് നവീകരിക്കാനും 30 കിലോമീറ്റർ പുതുതായി മൺറോഡ് നിർമ്മിക്കാനും തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തി. പൊതുസ്ഥലം വൃത്തിയാക്കൽ, തോട് വൃത്തിയാക്കൽ, സാമൂഹിക വനവൽക്കരണം തുടങ്ങിയ പരിപാടികളും ഈ കാലയളവിൽ നടപ്പിലാക്കി. പഞ്ചായത്ത് സൃഷ്ടിച്ച 2,31,000 തൊഴിൽ ദിനങ്ങളിൽ 1.5 ലക്ഷത്തോളം പൂർത്തിയാക്കിയത് ഇവിടുത്തെ സ്ത്രീകളാണ്. ഇതിൽ തന്നെ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 1,170ഓളം പേർ ഈ പഞ്ചായത്തിലുണ്ട്. ഇവർക്ക് കൂലിയായി മാത്രം പഞ്ചായത്ത് നൽകിയത് 3 കോടിയോളം രൂപയാണ്. പഞ്ചായത്തിന്റെ കണക്കുകളൊക്കെ കൊള്ളാല്ലേ? കൃഷി, NREGS വൃത്തിയാക്കൽ, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികളുണ്ടല്ലേ? എല്ലാ പദ്ധതികളും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ഒരു സന്തോഷമില്ല കേട്ടോ, ഇല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലേ? നമ്മുടെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ഞാൻ പഞ്ചായത്തിനെ കുറിച്ച് ചോദിക്കാതെ പ്രസിഡന്റ് ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കും. അതോ ടെൻഷനാണോ? ടെൻഷന്റെ കാര്യമില്ല. എനിവേ നല്ല ഇത് കണ്ടതിൽ വലിയ സംതൃപ്തിയുണ്ട്. ഇതിൽ കാർഷിക മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും അതിലത്തെ പ്രവർത്തനങ്ങളൊക്കെ താരതമ്യേന കാർഷിക വികസനത്തിന് പറ്റിയ ഒരു പഞ്ചായത്താണ്. വലിയൊരു പഞ്ചായത്ത്, 80 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. താരതമ്യേന ജനസാന്ദ്രത കുറവാണ്, 300 ജനങ്ങളാണ് സ്ക്വയർ കിലോമീറ്ററിന്. ഇടത്തരം ചെറുകിട കൃഷിക്കാരാണ് കൂടുതൽ. ഇടത്തരം കൃഷിക്കാർ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും കൃഷിഭൂമി കാണുമായിരിക്കും അല്ലേ? ഒരു